അത് മിക്കതും നമ്മളിപ്പോൾ എണ്ണി പറയുമ്പോൾ ഏത് തന്നെ നോക്കിക്കഴിഞ്ഞാലും അതൊരു സമൂഹത്തിന് ദോഷം ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് നമുക്കത് കാണാൻ കഴിയും. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇസ്ലാമിക് ഫൈനാൻസ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം അതൊരു സമൂഹത്തിലേക്ക് നമ്മൾ എടുത്തു വെക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമൂഹം അതിൻ്റെ കാര്യം കട്ടപ്പുകയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഏതുപോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഗാനിക് ഫാമിംഗ് എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമായിട്ട് ആളുകൾ കൊട്ടിഘോഷിച്ച് നടക്കും. പക്ഷേ നമ്മൾ പറയാറുണ്ട് അതൊരു ലക്ഷറിയാണ്. അതായത് മറ്റൊരു രീതിയിൽ നിങ്ങളുടെ നീഡ്സൊക്കെ അവിടെ അക്കംപ്ലിഷ്ഡ് ആകുന്ന ഒരു സമയം വരുമ്പോൾ വേറെ വിശപ്പൊന്നും നിങ്ങളെ കലശലായിട്ട് ബാധിക്കാത്തൊരു കാലഘട്ടം എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തട്ടുംപുറത്തും മാളികപ്പുറത്തുമൊക്കെ ഇതുപോലെ കുറച്ച് കൃഷിയൊക്കെ നടത്തി ഓർഗാനിക് എന്നൊക്കെ വിളിച്ചിങ്ങനെ പോകാം. അതല്ലാതെ അത് ചെയ്തു കഴിഞ്ഞാൽ നാട്ടുകാർ പട്ടിണി കിടന്ന് ചാവും എന്ന് പറയുന്നൊരവസ്ഥ നമ്മൾ പറയാറുണ്ട്. അത് തന്നെയാണ് ഇസ്ലാമിക് ഫൈനാൻസിൻ്റെ കാര്യത്തിലും. അത് ഒരു 100% ഇസ്ലാമിക് ഫൈനാൻസ് ആണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ നാട് കുട്ടിച്ചോറാകും എന്നുള്ളതിന് നല്ലൊരു ഉദാഹരണമാണ് ഇപ്പോൾ തുർക്കി. അവിടെ ഇൻഫ്ലേഷനൊക്കെ അങ്ങ് ആകാശത്തെത്തി എന്നാണ് അറിയുന്നത്.